ലാസ്റ്റ് പുള്ളി മമ്മൂക്കയായിട്ട് ഒരു പടം ചെയ്യാനുള്ള സംഭവത്തിൽ നിൽക്കുമ്പോഴാണ് മമ്മൂക്ക പോയി പുള്ളി കുറച്ച് കാലമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അപ്പോൾ മമ്മൂക്കനെ ഞങ്ങളെല്ലാം നിർബന്ധിച്ച് മമ്മൂക്കനെ കാണാൻ പോയി. മമ്മൂക്കയായിട്ടൊരു 1 മണിക്കൂറോളം പുള്ളി സംസാരിക്കുകയും അതിനുശേഷം പറഞ്ഞ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂക്കേനെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താടാ ചെയ്യാം, കഥ വല്ലതും ഉണ്ടോ? താരമായിട്ട് മാറിയിരുന്ന പുള്ളിയോട് ചിലപ്പോൾ ചോദിക്കാൻ പുള്ളി പറയാറുള്ളത്, എടാ എനിക്കൊരു മലയാളിയുടെ മുഖമില്ലടാന്നോ. ഇടയ്ക്ക് പുള്ളി അങ്ങനെ ഒരു ഇത് പറയായിരുന്നു. എന്നാ പേര്? അപ്പം ഞാൻ പറഞ്ഞു രാജൻ. എന്നാ? രാജൻ രാജൻ. ആ കഴിച്ചോ. അതെ, എവിടുന്നാ വരുന്നത്? എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇടുക്കി. എനിക്കിട്ടിരിക്കുവോ? അല്ല, ഇടുക്കിയെന്നല്ല പറഞ്ഞു, ഇടുക്കി. രാജൻ ഇടുക്കി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ അല്ലേ? അതെ രാജൻ ഡബ്ബിങ്ങിലെ മുടി ചൂടാൻ മന്നൻ, മിമിക്രി ആർട്ടിസ്റ്റ്, എല്ലാ പരിപാടിയും കയ്യിലുണ്ട്. മിമിക്രി എന്നാണ് ഡബ്ബിങ്ങിനൊക്കെ ഉള്ള വരവ്. വന്നിരിക്കുന്നത് ഡബ്ബിങ്ങിലേക്കൊരു 16-17 വർഷമാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 1000-ൽ പടങ്ങൾ ഡബ്ബിങ്ങും അല്ല മൊഴിമാറ്റ സിനിമയും മലയാള സിനിമ ചേർത്ത് തീർച്ചയായിട്ടും 1000 മേളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ കാണും. ഉണ്ട്, ഒരുപാടുണ്ട്. വായിക്കൊള്ളാത്ത ഡയലോഗ് പറയുന്ന അവസ്ഥ, തീർച്ചയായിട്ടും നാക്കുടക്കിയ അവസ്ഥയൊക്കെ പറയണം. അതെല്ലാം പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് രാജേട്ടൻ നമുക്ക് മിമിക്രി തന്നെ തുടങ്ങാം. കാരണം മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ ജീവിതം. സ്റ്റേജിൽ ഉള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട്. അന്നത്തെ അബീക്ക, നാദിർഷ, അങ്ങനെയുള്ള പല എല്ലാവരും മണി അല്ലേ? കൊച്ചിൻ ഓസ്കാറിൽ മണിയായിട്ട് ഞാൻ സ്റ്റേജ് ഒരുപാട് പങ്കിട്ടില്ല ഉണ്ട്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ വർഷം ഞാൻ നിന്നിട്ടുള്ളത് അബിയുടെ കൂടെയാണ്. എത്ര വർഷം നിന്നിട്ടുണ്ട്? 21 വർഷം. വലം കൈയായിട്ട് നിന്ന്. വലം കൈ എന്ന് പറഞ്ഞാൽ ബ്രദറിലി ആയിരുന്നു ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യും. ഇപ്പോൾ ഒരു കോമഡി ആണെങ്കിലും അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കോമഡി ഷോ ഞങ്ങളൊരു 120 എപ്പിസോഡ് ഞാനും അബിയും കൂടെ ആണ് ചെയ്തത് കോമഡി ഷോ. പിന്നെ അത്രയ്ക്ക് ഒരു ആത്മീയ ബന്ധമായിരുന്നു. എനിക്കിന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തൊരു ഓർമ്മയാണ്. എങ്കിലും ഇത്രയും വർഷമായിട്ട് നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അത്രയും കഴിവുള്ള മനുഷ്യനാണ് ഈ അബീക്ക. എന്തുകൊണ്ട് ഒരു താരമായിട്ട് പുള്ളി മാറിയില്ല? താരമായിട്ട് മാറിയിരുന്ന പുള്ളിയോട് ചിലപ്പോൾ ചോദിക്കാൻ പുള്ളി പറയാറുള്ളത്, എടാ എനിക്കൊരു മലയാളിയുടെ മുഖമില്ലടാന്നോ. ഇടയ്ക്ക് പുള്ളി അങ്ങനെ ഒരു ഇത് പറയായിരുന്നു. പുള്ളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെഡിക്കേഷനുള്ള ആളായിരുന്നു. പുള്ളി 2 ഡ്രാമകൾ ചെയ്ത് സ്റ്റേജിൽ, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ, അവേഷൻ മോൻ. അവേഷൻ മോൻ എന്ന് പറഞ്ഞ ഷോ എന്ന് പറഞ്ഞാൽ 2.25 മണിക്കൂർ ത്രൂ ഔട്ട് ഓഡിയൻസിൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത രീതിയിൽ ചിരിച്ചു മറിയുന്ന ഒരു സംഭവമായിരുന്നു അവേഷൻ മോൻ. എന്തെങ്കിലും രസകര നിമിഷം ഉണ്ടോ നിങ്ങൾ തമ്മിലുള്ള? എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ രസകരമായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അബിയുടെ ഏറ്റവും ഫേവറേറ്റും അബി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന താത്തയാണ്. അപ്പോൾ ഈ താത്ത എന്ന് പറയുന്നത് പുള്ളിയോട് പലരും ചോദിച്ചിട്ടുണ്ട്, നീ എങ്ങനെ ഈ താത്ത ഇത്ര തന്മയത്വമായിട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, എടാ അതെൻ്റെ വാപ്പയുടെ ഉമ്മയാണ്, എൻ്റെ വല്യമ്മയാണ്. അപ്പം ഞാൻ ഡെയിലി കാണുന്നതല്ലേ. അപ്പോൾ എനിക്ക് ശബ്ദം കറക്റ്റ് തന്നെയാണല്ലേ? ശരിക്കും അബിയുടെ ഉമ്മേനെ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അബി വേഗപ്പെട്ട് സ്റ്റേജ് വരില്ലേ, കറക്റ്റ് ഉമ്മയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടൊരു കാസറ്റ് ചെയ്യാൻ വേണ്ടി, ഓഡിയോ കാസറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബിയുടെ വീട്ടിൽ ഞാൻ ഇടുക്കിയിൽ നിന്ന് വന്ന് 2 ദിവസമായിട്ട് അവിടെ തങ്ങാണ് വീട്ടിൽ. അപ്പോൾ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന താഴെയാണ് ഡൈനിങ് ടേബിൾ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വീട്ടുകാരെ എല്ലാവരുമായിട്ടും നല്ല അടുപ്പാണ്. അപ്പോൾ അബി പറഞ്ഞു, എടാ ഞാൻ പല്ല് തേച്ചില്ല, നീ കഴിക്കാൻ തുടങ്ങും, അപ്പോഴേക്കും ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളി മുകളിൽ കയറിപ്പോയി. അപ്പോൾ ഈ വല്യമ്മയുടെ മുറി എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി ഇങ്ങനെ എടുത്ത് വെച്ചു. അപ്പോൾ റസിയ പെങ്ങൾ ഓരോ സാധനങ്ങൾ കൊണ്ട് വയ്ക്കുന്നുണ്ട്, ചായ കൊണ്ട് വയ്ക്കുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിച്ചു. എന്നാ പേര്? അപ്പം പറഞ്ഞു രാജൻ. എന്നാ? രാജൻ. ആ കഴിച്ചോ. അപ്പം ഞാൻ ഈ ഇങ്ങനെ പുള്ളിക്കാരത്തി പുറകെ നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭയങ്കര ശങ്കയുണ്ട്. അതെ, എവിടുന്നാ വരുന്നത്? ഞാൻ പറഞ്ഞു ഇടുക്കി. എനിക്കിട്ടിരിക്കുവോ? അല്ല, ഇടുക്കിയെന്നല്ല പറഞ്ഞു, ഇടുക്കി. ആ കഴിച്ചോ. ഞാൻ പതുക്കെ എടുത്ത് ഇങ്ങനെ പറയുന്ന എന്നാ ജാതി ചോദിച്ചു. ജാതി അബി മോളിൽ നിന്ന് പടക്കോട്ടൊന്ന് ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് റസിയ ഉമ്മക്കുള്ള ഇഡ്ഡലി റൂമിലേക്ക് കൊടുത്തേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി അവിടെ. അപ്പം അബിനോട് പറഞ്ഞു, എടാ ഒന്ന് തോന്നരുത് കേട്ടോ. കുഴപ്പമില്ലടാന്ന് പറഞ്ഞു. അപ്പം അകത്തുനിന്ന് ജാതി അറിയാണ്ട് എങ്ങനെയാ ചോറ് കൊടുക്കണേ എന്നൊരു ചോദ്യം പുള്ളിക്കാരത്തി. പക്ഷെ അവര് പറഞ്ഞില്ല, അവരുടെ കാലഘട്ടം അതാണ്. അന്ന് അന്യജാതിക്കാർ വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സമയങ്ങളാണ് അവരുടെ കാലഘട്ടം. അങ്ങനെ അതാണ് പുള്ളി ഭയങ്കര ലൈവാണ്. പുള്ളി ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈവായിട്ടാണ് ചെയ്യുന്ന സാധനം. പുള്ളി മറ്റേ പല കേസിലും പറഞ്ഞില്ലേ,
നിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ച് അല്ല കരഞ്ഞ് അങ്ങനെ അതൊക്കെ ഭയങ്കര ലൈവായിട്ട് ചെയ്യും പുള്ളി. ആ ലൈവ് കിട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ. അപ്പൊ ശരിക്കും അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒന്നും ആവാതെ പോയതിൽ ഒരു നിരാശ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ലാസ്റ്റ് പുള്ളി മമ്മൂക്കയായിട്ട് ഒരു പടം ചെയ്യാനുള്ള സംഭവത്തിൽ നിൽക്കുമ്പോഴാണ് മമ്മൂക്ക പോയി. പുള്ളി കുറച്ച് കാലമായിട്ടൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർ തമ്മിൽ. അപ്പം മമ്മൂക്കനെ ഞങ്ങളെല്ലാം നിർബന്ധിച്ച് മമ്മൂക്കനെ കാണാൻ പോയി. മമ്മൂക്കയായിട്ടൊരു 1 മണിക്കൂറോളം പുള്ളി സംസാരിക്കുകയും അതിനുശേഷം പറഞ്ഞ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂക്കേനെ വെച്ചൊരു പടം ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താടാ ചെയ്യാം, കഥ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒരു കഥ പറഞ്ഞ പുള്ളി പറഞ്ഞാൽ ഇത് ഭയങ്കര സീരിയസ് സബ്ജക്റ്റാണ്. ആ കൂട്ടത്തിൽ രാജ്യത്തും പോയായിരുന്നോ? അല്ല ഞാൻ പോയില്ല, എന്നോട് അഭി വന്ന് പറഞ്ഞ കാര്യമാണ്. ഞങ്ങളെല്ലാം ഷെയർ ചെയ്യും. അപ്പോൾ നീ ഒരു കോമഡി സബ്ജക്റ്റ് ചെയ്യും, ഞാൻ ഓപ്പൺ ഡേറ്റ് തരാമെന്ന് അദ്ദേഹം. അങ്ങനെ ശരിക്കും അതിൻ്റെ പണിപ്പരയിലൊക്കെ ആയിരുന്നു പുള്ളി. അപ്പോൾ അമേരിക്കയിൽ പ്രോഗ്രാമിന് പോയിട്ട് വന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്നോട് ഒരു 3 ദിവസം മുമ്പ് എന്നെ വിളിച്ചു പുള്ളി. വിളിച്ചേ രാജാ നീ ഓർഡറാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിവിടെ കളമശ്ശേരിയിൽ സ്റ്റുഡിയോയിലിടാന്ന് പറഞ്ഞു. പറഞ്ഞു സമയമുണ്ട് ഇതിലേ ഇറങ്ങടാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ വർക്ക് ഒരു 9 മണിക്ക് മുമ്പ് തീരുവാണെങ്കിൽ ഞാൻ അതിലെ വരാം, അല്ലെങ്കിൽ നമുക്ക് 2 ദിവസം നാളെയോ മറ്റന്നാളെയോ വരാമെന്ന് പറഞ്ഞു. മതിരാന്ന് പറഞ്ഞു. പിന്നെ അമേരിക്ക വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ 3-ാം പക്കമാണ്. എനിക്ക് ആ ഒരു വിഷമം ഇന്നും കിടപ്പുണ്ട്. അസുഖമുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? പ്ലേറ്റ്ലേറ്റ്സ് കുറഞ്ഞു പോകുന്നതാണ് സംഭവം. അപ്പോൾ പ്ലേറ്റ്ലേറ്റ്സ് കയറ്റും. അപ്പോൾ മരിക്കേണ്ട അസുഖമാണെന്ന് അറിയുന്നില്ലല്ലേ? ഒരിക്കലും അത്രയും പ്രതീക്ഷിച്ചില്ല ആ സംഭവം. അത് പക്ഷെ അദ്ദേഹം ഇവിടെ എത്തേണ്ട ഒരു സംഭവമായിരുന്നില്ല. പുള്ളി മമ്മൂക്ക സിനിമയൊക്കെ എടുത്ത് ലെവലൊക്കെ മാറിയ നിങ്ങളുടെ ഡയറക്ടറിന് തന്നെ അല്ല പുള്ളി. എൻ്റെ അമ്മ മരിച്ച് എന്നെ കാണാൻ ഇടുക്കിയിൽ പുള്ളി വരുമ്പോൾ എൻ്റെ കൂട്ടുകാരി ചോദിച്ചു ഞങ്ങളുടെ രാജേട്ടൻ എന്താ അബിക്ക രക്ഷപ്പെടുത്താത്തെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു എടാ ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്തായിരുന്നു പുള്ളി പറഞ്ഞു. പുള്ളി ഭയങ്കര സപ്പോർട്ടബിളായിരുന്നു നമുക്ക്. പുള്ളി ഒരു സാധനം പല സംഭവങ്ങളും പുള്ളിയുടെ അഭിനയിക്കാനൊക്കെ തന്നെ പലതിലും പുള്ളി സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 21 വർഷമായിട്ട് എത്ര ഒരു സഹോദരനെ പോലെ കഴിയുന്നുണ്ട് ചോദിക്കും. ഈ ശാന്തിയുടെ ഒരു പ്രസ്താവനയാണ് ഭയങ്കര വൈറലായിരുന്നു. സിനിമ ഒരു ഡയലോഗ് ഉപയോഗിച്ചു ഈ ഷെയ്നെ പറ്റി പറയുന്നത്, തന്തയേക്കാൾ മോശം ഷെയ്നെ പറ്റി ചോദിക്കുമ്പോൾ അത് സത്യമാണ്. ആ ഒരു പരാമർശം എന്താ യോജിക്കില്ല? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളിൽപ്പെട്ട ചില സംഭവങ്ങളാണ് അത് ആ ഒരു സമയത്ത്. പക്ഷേ ഇപ്പോൾ വളരെ ഉമ്മിച്ചാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്, വളരെ ജെന്യൂനായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ആ ഒരു സമയത്ത് ചില പ്രായത്തിൽ മാത്രമല്ല നമുക്ക് പ്രതീക്ഷിക്കാത്ത വരുമാനം, ആ പ്രായം, അതൊക്കെ വലിയ വിഷയങ്ങളായിരുന്നു. ആ സമയത്ത് വന്ന് അങ്ങനെ ഉപദേശിക്കാനുള്ളൊരു ബന്ധം രാജേട്ടനൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നൊരു ബന്ധം. അങ്ങനെ നമുക്കങ്ങനെ കയറി ചെന്ന് ഉപദേശിക്കാൻ പറ്റില്ല. ഒരിക്കലും ഒരാൾ മോശമായ വഴിയുടെ പോകുന്നു എന്ന് പറയുന്നത് ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. ഒരാളോട് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇയാൾ അമ്മാനോടാ എന്ന് പറയുമ്പോൾ വ്യത്യാസം ഒരു ഇന്ന് പറഞ്ഞ പോലെ ഉള്ളൊരു സംഭവം അത്. പക്ഷേ നല്ല ഓർമ്മകളും അന്നത്തെ കാണുമ്പോഴൊക്കെ ഉള്ള സ്നേഹമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിക്കൊക്കെ പറ്റാത്ത കാര്യങ്ങൾ മകനിലൂടെ സാധിച്ചു എന്നുള്ളത് താരമായി കഴിഞ്ഞു. തീർച്ചയായിട്ടും അന്ന് മമ്മൂക്കയുടെ അടുത്ത് ചെന്നപ്പോൾ മമ്മൂക്ക പറഞ്ഞിട്ട് എന്നിട്ട് മമ്മ എടുക്കനാ അവൻ്റെ രക്ഷപ്പെടാന്ന് മമ്മൂക്ക പറഞ്ഞായിരുന്നു അന്ന് പുള്ളിയോട്. ശാങ്കാരമൊക്കെ കുറച്ച് അത് പുള്ളിയുടെ ശരിക്ക് അഹങ്കാരമല്ല അത്. പലരും പറയും ഒരു നമ്മൾ പണ്ട് അബിയുള്ളൊരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മനസ്സിലാവും അബി ആരാന്ന്. പക്ഷെ പുറമെ കാണുമ്പോഴത്തേക്ക് ഒരു അഹങ്കാരി, അതായത് അല്ലേ മുഖത്ത് നോക്കി കാര്യം പറയും. അതിനിപ്പോ ആരാണേലും വാപ്പയാണേലും പറയും. അതായത് അഹങ്കാരി എന്നുള്ളൊരു അതാണ് അങ്ങനെ ഉള്ളപ്പോ ആ രീതിയിൽ വന്ന സംസാരത്തിൽ വന്നൊരു സംഭവമാണത്. അഹങ്കാരമുണ്ട് ഒന്ന്.